ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ്. അപ്പം നമ്മുടെ ഡേ 28 ആണെന്ന്. മോക്ക് ടെസ്റ്റിൽ 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 8ാമത്തെ ചാപ്റ്ററാണ് തന്നിരിക്കുന്നത്. ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. നമ്മുടെ മോക്ക് ടെസ്റ്റുകൾ അതേ ക്ലാസ്സുകൾ കണ്ടിട്ട് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാനായിട്ട് മുതിരുക കേട്ടോ. അല്ലാതെ നിങ്ങൾ ചുമ്മാ മോക്ക് ടെസ്റ്റ് മാത്രം ചെയ്തുകൊണ്ട് പ്രയോജനം ഉണ്ടാകില്ല. കാര്യം അതുമായിട്ട് ബന്ധപ്പെടുത്തി ഇങ്ങനെ കണക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഉറപ്പായിട്ടും എന്ത് ചെയ്യുക, ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ട് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, മോക്ക് ടെസ്റ്റിലേക്ക് പോകുക. ടെലഗ്രാം ഗ്രൂപ്പിൽ ഇന്നത്തെ ടൈം ടേബിൾ വന്നിട്ടുണ്ട്, അതേപോലെ ക്ലാസ്സും വന്നിട്ടുണ്ട്. PDF ഓൾറെഡി നിങ്ങൾ ഫയൽസിൽ ചെക്ക് ചെയ്താൽ PDF അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പം നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. മാതൃവന്ദനം എന്ന കവിത എഴുതിയതാര്? ചാപ്റ്ററിന്റെ പേര് നാടറിയം. ആ ചാപ്റ്ററിൽ തന്നെ ആദ്യം തന്നെ ഞാൻ പറഞ്ഞിരുന്നു, കലാകായികം സംസ്കാരം എന്ന രീതിയിൽ നമുക്ക് ചോദിക്കാൻ പറ്റുന്നതാണ് മാതൃവന്ദനം. ആരുടേതാണ്? ബോധേശ്വരൻ, വള്ളത്തോൾ, കുമാരനാശാൻ, ONV കുറുപ്പ്. ആരുടേതാണ്? വള്ളത്തോൾ നാരായണ മേനോന്റേതാണ് അല്ലേ. കണ്ടോ, പച്ചയാം വിരിപ്പിട്ട് സഹ്യനിൽ തലവെച്ചും സ്വച്ഛാബ്ദമണത്തിട്ടാം പാദോപദാനം പൂണ്ടും പള്ളി കൊണ്ടിടുന്ന നിൻ പാർശ്വയുഗ്മത്തെ കാത്തു കൊള്ളുന്നു കുമാരിയും ഗോകർണേശനും അമ്മേ. ഏതാണ് മാതൃവന്ദനം? വള്ളത്തോൾ നാരായണ മേനോൻ. പച്ചയാം വിരിപ്പിട്ട സഹ്യനിൽ തലവെച്ചും. ആ വരികളാണ് തന്നിരിക്കുന്നത്. ഏത് കൃതിയിലെ വരികളാണെന്ന് ചോദിക്കാം. ഏതാണ്? മാതൃവന്ദനം. ഇതൊക്കെ കലാസാഹിത്യത്തിൽ കയറി ചോദിക്കാൻ, ഇപ്രാവശ്യം ചോദിക്കാൻ വളരെ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണേ. കേരളത്തിന്റെ ഭൂപ്രകൃതി വിഭാഗങ്ങളിൽ പെടാത്തതാണ് നമുക്ക് വേണ്ടത്. അപ്പൊ കേരളത്തിനെ നമ്മൾ എങ്ങനെയൊക്കെയാണ് തിരിച്ചിരിക്കുന്നത്? മലനാട്, ഇടനാട്, തീരപ്രദേശം. അക്കൂട്ടത്തിൽ വരാത്തതാണ് എന്ത്? മരുപ്രദേശം എന്നുള്ളത് അല്ലെ. കണ്ടോ, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മലനാട്. ഇതാണ് ഇടനാട്, ഇതാണ് എന്ത്? തീരപ്രദേശം. കേരള ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 75 മീറ്ററിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഭൂവിഭാഗമാണ് മലനാട്. നമുക്കറിയാം അല്ലെ, എങ്ങനെയാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. കണ്ടോ, അതിവിടെ ആ ഫിഗറിൽ കാണാം നമുക്ക്. കണ്ടോ, 7.5 മീറ്ററിൽ താഴെയാണ്. 7.5 താഴെയാണെങ്കിൽ അത് തീരപ്രദേശം. 7.5 മുതൽ 75 വരെ ആണെങ്കിൽ എന്താണത്? ഇടനാടാണ്. 75 കൂടുതലാണെങ്കിൽ അത് മലനാടാണ്. കേരളത്തിലെ 44 നദികളും ഉത്ഭവിക്കുന്നത് മലനാട്ടിൽ നിന്നാണ്. ഓക്കെ, അതും ശരിയാണ്. അപ്പൊ ഇത് രണ്ടും ശരിയാണ്. സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 95 മീറ്റർ വരെയാണ് ഇടനാടിന്റെ ഉയരം. 95 അല്ല, എത്രയാണ്? 75 ആണ്. അപ്പൊ ഇതിവിടെ തെറ്റാണ്. സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ വരെ ഉയരവും ലക്ഷദ്വീപ് കടലിനോട് ചേർന്ന് കാണുന്നതുമാണ് തീരപ്രദേശം. ശരിയാണല്ലോ. ഇവിടെ ഏതാണ്? 1. ഇവിടെ ഏതാണ് തെറ്റ് വരുന്നത്? 3 അല്ലേ. അപ്പൊ 1, 2, 4 എന്നിവയാണ് ശരിയായിട്ട് വരേണ്ടത്. ശരിയായ പ്രസ്താവന. കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ച് ഗതിമാറുന്ന വീശുന്ന കാറ്റുകളെയാണ് മൺസൂൺ കാറ്റുകൾ എന്ന് പറയുന്നത്. ജൂൺ, സെപ്റ്റംബർ മാസങ്ങളിലാണ് മൺസൂൺ കാറ്റുകൾ വീശുന്നത്. ഒക്ടോബർ, നവംബർ മാസങ്ങളിലാണ് മൺസൂൺ കാറ്റുകൾ എന്താണ്? മൺസൂൺ കാറ്റുകൾ നേർ വിപരീത ദിശയിൽ വടക്ക് കിഴക്ക് നിന്നും വീശുന്ന ഈ കാറ്റുകളെയാണ് വടക്കു കിഴക്കൻ മൺസൂൺ എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ പോയിന്റ്സ് നമുക്ക് നോക്കാം എന്തൊക്കെയാന്ന്. കണ്ടോ, 1 മാത്രം. 1, 2, 3. 1ഉം 2ഉം 2ഉം 3ഉം ശരി. നോക്കാം നമുക്ക്. കണ്ടോ, കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ച് ഗതിമാറുന്നു വീശുന്ന കാറ്റുകളെയാണ് മൺസൂൺ കാറ്റുകൾ എന്ന് പറയുന്നത്. 1ാമത്തെ പ്രസ്താവന ശരിയാണ്. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ മാസങ്ങളിൽ ഭൂമധ്യരേഖയ്ക്ക് വടക്ക് ഇന്ത്യൻ സമുദ്രത്തിൽ തെക്കു പടിഞ്ഞാറ് ദിശയിൽ വീശുന്ന കാറ്റുകളാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ. ഓക്കെ, ഇവിടെ തെക്കു പടിഞ്ഞാറെന്നും കൂടി ഉണ്ട് കേട്ടോ. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ. അപ്പൊ ഇവിടെ എന്താണ്? ഇതും ശരിയാണ്. ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ മൺസൂൺ കാറ്റുകൾ നേർ വിപരീത ദിശയിൽ വടക്ക് കിഴക്ക് നിന്നും വീശുന്ന ഈ കാറ്റുകളെയാണ് വടക്ക് കിഴക്കൻ കാറ്റുകൾ എന്ന് പറയുന്നത്. കണ്ടോ, ഇവിടെ ഉണ്ട്. ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ മൺസൂൺ കാറ്റുകൾ നേർ വിപരീത ദിശയിൽ വടക്ക് കിഴക്ക് നിന്ന് വീശുന്നു. ഈ കാറ്റുകളെയാണ് വടക്കു കിഴക്കൻ മൺസൂണുകൾ എന്നറിയപ്പെടുന്നത്. അപ്പൊ അവിടെയും എന്താണ്? അതും ശരിയാണ്. അപ്പൊ ഇവിടെ പ്രസ്താവനകൾ 1ഉം 2ഉം 3ഉം എന്താണ്? ശരിയായ പ്രസ്താവനകളാണ്. കേരളത്തിലെ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികൾ നമുക്കറിയാം. കേരളത്തിലെ 44 നദികളിൽ 3 എണ്ണം കിഴക്കോട്ടും 41 പടിഞ്ഞാറോട്ടുമാണ്. കബനി, ഭവാനി, പാമ്പാറാണ് കിഴക്കോട്ടൊഴുകുന്നത്. സോ 44ൽ 41 എണ്ണമാണ് പടിഞ്ഞാറോട്ടൊഴുകുന്നത്. കണ്ടോ, 44 നദികളും ഉത്ഭവിക്കുന്നത് മലനാടിൽ നിന്നാണ്. 3 നദികൾ കിഴക്കോട്ടും 41 നദികൾ എങ്ങോട്ടുമാണ്? പടിഞ്ഞാറോട്ടുമാണ് ഒഴുകുന്നത്.
ശരിയായ പ്രസ്താവന. കേരളത്തിൽ പ്രധാനമായും 2 മഴക്കാലങ്ങളാണ് ഉള്ളത്. ഓക്കെ, ശരിയാണ്. നമുക്കറിയാം തെക്ക് പടിഞ്ഞാറൻ മൺസൂണുമുണ്ട്, വടക്ക് കിഴക്കൻ മൺസൂണുമുണ്ട്. തെക്കു പടിഞ്ഞാറൻ മൺസൂണിനെ തുലാവർഷം എന്നും വടക്ക് കിഴക്കൻ മൺസൂണിനെ കാലവർഷവും എന്നറിയപ്പെടുന്നു. കേരളത്തിൽ വേനൽക്കാലം മാർച്ച് മുതൽ മെയ് വരെയാണ്. ഇത് ഓക്കെയാണ് അല്ലെ? നമുക്കറിയാം നമ്മൾ സ്കൂൾ നമ്മൾ പോകുന്നത് അല്ലേ, മാർച്ച് ഏപ്രിൽ മെയ് ഒക്കെ എന്താണ്, വേനൽക്കാലമാണ് നമ്മുടെ ഇതാണ്. അപ്പൊ നമുക്കിവിടെ ഇതിൽ നമുക്ക് ഡൗട്ട് വരും, 2ഉം 3ലും. അപ്പൊ നമുക്ക് നോക്കാം, ഇവയെല്ലാം എന്നുള്ളതാകാം, അല്ലെങ്കിൽ എന്താണ് 1ഉം 2ഉം ശരിയാണെന്ന് നമുക്ക് 1ഉം 4ഉം ശരിയാണെന്ന് മനസ്സിലായി അല്ലെ? ഇനി എന്താണ്, ഇതല്ല എന്ന് മനസ്സിലായി, ഇതുമല്ലെന്ന് മനസ്സിലായി. ഒന്നുകിൽ എല്ലാം ശരിയാവണം, അല്ലെങ്കിൽ 1ഉം 4ഉം ആയിരിക്കണം. നോക്കിക്കേ, തെക്കു പടിഞ്ഞാറൻ മൺസൂണിനെ പറയുന്നത് കാലവർഷം എന്നാണ്. നിങ്ങൾ അതൊന്ന് ഓർത്തിരിക്കുക. തെക്കു പടിഞ്ഞാറൻ, ഇവിടെ എന്താണ് കണക്ട് ചെയ്ത് തുലാവർഷം, താത്തായല്ല വരേണ്ടത്, തെക്കു പടിഞ്ഞാറൻ അല്ലെ? തെക്കു പടിഞ്ഞാറൻ എന്താണ്, കാലവർഷമാണ്. വടക്ക് കിഴക്കൻ എന്ന് പറയുമ്പോൾ നമുക്ക് കാക്ക കണക്ട് ചെയ്യരുത്. അവിടെ എന്ത് വേണം, നേരെ ഓപ്പോസിറ്റ് ആയിട്ട് അവിടെ തുലാവർഷമാണ്. ഉണ്ടോ? തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലത്തെ കാലവർഷം എന്നും വടക്കു കിഴക്കൻ മൺസൂൺ കാലത്തെ തുലാവർഷവും എന്നും പറയുന്നു. ഇവിടെ തെക്കുണ്ട്, പക്ഷെ അപ്പോൾ നമ്മുടെ പേരിൽ എന്താണ്, കായാണ് വരേണ്ടത്. ഇവിടെ എന്താണ്, കിഴക്കുന്നുണ്ട്, അപ്പൊ കാലവർഷമല്ല, തുലാവർഷമാണ്. നെൽകൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏതാണ്? നെൽകൃഷിക്ക് അനുയോജ്യമായത് എക്കൽ മണ്ണാണ്. കണ്ടോ? തീരപ്രദേശത്തെ എക്കൽ മണ്ണിന്റെ സാന്നിധ്യമാണ് നെൽകൃഷിക്ക് അനുയോജ്യമായതെന്ന് പറയുന്നുണ്ട്. അപ്പൊ നെൽകൃഷിക്ക് ഏതാണ്? എക്കൽ മണ്ണാണ്. കേരളത്തിൽ സുനാമി ഉണ്ടായ വർഷം ഏത് വർഷമാണ് കേരളത്തിൽ സുനാമി ഉണ്ടായത്? 2004 കേരളത്തിൽ സുനാമി വരുന്നത്. ജീവനും സ്വത്തിനും പ്രകൃതിക്കും അപായകരമായ പ്രകൃതി പ്രതിഭാസങ്ങളാണ് പ്രകൃതി ദുരന്തങ്ങൾ എന്ന് പറയുന്നത്. ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ മനുഷ്യരെയും മറ്റ് ജീവജാലങ്ങളെയും പ്രതികൂലമായി ബാധിക്കുന്നു. 2004 സുനാമി കേരളത്തിൽ വലിയ കെടുതികൾക്ക് കാരണമായിട്ടുണ്ട്. അപ്പൊ സുനാമി എന്നായിരുന്നു? 2004 ഡിസംബർ 26. കേരളത്തിൽ കവളപ്പാറയിൽ ദുരന്തമുണ്ടായത് ഏത് വർഷമാണ്? 2019 കവളപ്പാറ ഉരുൾപൊട്ടൽ 2019. ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുന്നതിനും പരിപാലിക്കുന്നതിനുമായി കേരള സർക്കാർ നടത്തുന്ന വിവിധ പദ്ധതികളും നിർവഹണ വിഭാഗവും ചുവടെ കൊടുത്തിരിക്കുന്നു. തെറ്റായ ജോഡി തിരഞ്ഞെടുക്കുക. ഇനി ഞാൻ ഒഴുകട്ടെ ആരുടേതാണ്? ഹരിത കേരള മിഷൻ. ജൽ ജീവൻ മിഷൻ കേന്ദ്ര സർക്കാർ. തെളിനീരൊഴുകും നവകേരളം തദ്ദേശ സ്വയംഭരണം. മാലിന്യമുക്ത കേരളം ഹരിത കേരള മിഷൻ. ഏതാണ് തെറ്റായിട്ട് വരേണ്ടത്? തെളിനീരൊഴുകും നവകേരളം തദ്ദേശ സ്വയംഭരണമാണ്. മാലിന്യമുക്ത കേരളമോ അതും എന്താണ്? തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെതാണ്. ഇനി ഞാൻ ഒഴുകട്ടെ ഹരിത കേരളം. മാലിന്യമുക്തം തദ്ദേശം, തെളിനീരൊഴുകും തദ്ദേശം, ജൽ ജീവൻ കേന്ദ്ര സർക്കാർ. അപ്പൊ ഇവിടെ ഏതാണ് തെറ്റായിട്ട് വരേണ്ടത്? ഓപ്ഷൻ ഡി ആണ് തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നത്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ അറിയപ്പെടുന്ന മറ്റൊരു പേര് എന്താണ്? തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ അറിയപ്പെടുന്നത് ഞാൻ പറഞ്ഞു. തെക്കു പടിഞ്ഞാറൻ എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? തുലാവർഷം എന്ന് എഴുതരുത്, നേരെ ഓപ്പോസിറ്റ് കാലവർഷം. അപ്പൊ എന്താണ് കാലവർഷം എന്ന് പറയുന്നത്? തെക്ക് പടിഞ്ഞാറനാണ്. തുലാവർഷം എന്താണ്? വടക്ക് കിഴക്കൻ മൺസൂണിനെയാണ് നമ്മൾ തുലാവർഷം എന്ന് പറയുന്നത്. ഉണ്ടോ? തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലവർഷം, വടക്ക് കിഴക്കൻ മൺസൂൺ തുലാവർഷം. കേരളത്തിൽ ലഭിക്കുന്ന മഴയുടെ ഭൂരിഭാഗവും ലഭിക്കുന്നത് ഏത് മൺസൂൺ കാലത്താണ്? ഏതാണ്? ഓക്കെ, അതും പറയുന്നുണ്ട്. കേരളത്തിൽ ലഭിക്കുന്ന മഴയുടെ ഭൂരിഭാഗവും തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലത്താണ് ലഭിക്കുന്നത്. തെക്കു പടിഞ്ഞാറൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം കാലവർഷം അല്ലെ? കാലവർഷമാണ് ഏറ്റവും കൂടുതൽ മഴ വരുന്നത്. അപ്പൊ ഏതാണ്? കാലവർഷമാണ്. വടക്ക് കിഴക്കൻ മൺസൂൺ അറിയപ്പെടുന്ന പേര് വടക്കു കിഴക്കൻ. അവിടെ എന്താണ് വേണ്ടത്? തുലാവർഷമാണ്. തുലാവർഷം. കേരളത്തിലെ പ്രധാന മണ്ണിനങ്ങളിൽ പെടാത്തത് ചെങ്കൽ മണ്ണ്, ചെമ്മണ്ണ്, എക്കൽ മണ്ണ് ഇതെല്ലാം കേരളത്തിലുണ്ട്. മരുഭൂമി മണ്ണാണ് പെടാത്തത്. നമുക്ക് പറയുന്നുണ്ട് ഏതൊക്കെയാണ്? ചെങ്കൽ മണ്ണ് അഥവാ ലാറ്ററൈറ്റ് സോയിൽ, ചെമ്മണ്ണ് അഥവാ റെഡ് സോയിൽ, എക്കൽ മണ്ണ് അഥവാ അലൂവിയൽ സോയിൽ, വനമണ്ണ് അഥവാ ഫോറസ്റ്റ് സോയിൽ. പിന്നെ എന്താണ്? കറുത്ത മണ്ണുണ്ട്, പീറ്റ് മണ്ണുണ്ട്. ഇത്രയുമാണ് നമ്മുടെ കേരളത്തിലുള്ളത്. മരുഭൂമി മണ്ണ് കേരളത്തിലില്ല. അപ്പൊ ഇവിടെ ഏതാണ് ആൻസർ ആയിട്ട് വരേണ്ടത്? ഓപ്ഷൻ ഡി ആണ്. അപ്പൊ ഇത്രയുമാണ്. 15 മാർക്കിലാണ് ഞാൻ ജസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടിരിക്കുന്നത്. ചെറിയ ചാപ്റ്റർ ആണ്. എത്ര മാർക്ക് കിട്ടിയെന്ന് ഉറപ്പായിട്ടും കമന്റ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? SCERT ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവരെ SCERT ടൈം ടേബിൾ എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റും കാണും. അതേപോലെ തന്നെ മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റും കാണും. അതിൽ ഡേ 1 നോക്കി പഠിക്കുക. ഇപ്പുറത്ത് വന്നിട്ട് മോക്ക് ടെസ്റ്റ് ഡേ 1 ചെയ്യുക. അതിൽ ഡേ 2 എന്താണോ പഠിക്കാനുള്ളത് അത് പഠിക്കുക. ഡേ 2 മോക്ക് ടെസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു ഡേ 1 ഡേ 2 ഡേ 3 ഒക്കെ അങ്ങ് പഠിച്ചടിച്ച് പോകുക. ഒരാഴ്ചയിൽ ഒരിക്കൽ എന്ത് ചെയ്യുക? റിവിഷൻ ആയിട്ട് മോക്ക് ടെസ്റ്റ് ചെയ്യുക. അപ്പൊ നമുക്കൊരു ഐഡിയ കിട്ടും, ഒന്ന് എല്ലാം ഓർത്തിരിക്കാനായിട്ട് പറ്റും. ഓക്കെ ആണല്ലോ. അപ്പോൾ അതേപോലെ നമുക്ക് നാളത്തെ ഡെയിലി ബൂസ്റ്റ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്